വിദേശവാർത്താ രംഗം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC, ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ എണ്ണ, പ്രകൃതിവാതക വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാന്റെ നാവികസേന പൂർണ്ണാധിപത്യം സ്ഥാപിച്ചുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അക്ബർ സാദെ വ്യക്തമാക്കി. ഇറാന്റെ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മേഖലയിൽ സംഘർഷം വർദ്ധിക്കുകയാണെങ്കിൽ ഈ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ നൂറുകണക്കിന് കപ്പലുകൾ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് യാത്ര തുടരാനാകാതെ കടലിൽ കാത്തുകിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാണെന്നും ആവശ്യമെങ്കിൽ കപ്പലുകൾക്ക് സൈനിക സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൂടാതെ കപ്പൽ കമ്പനികൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നാവികസേനയുടെ അകമ്പടിയുണ്ടെങ്കിലും കപ്പലുകളുടെ സുരക്ഷയിൽ പൂർണ്ണമായ ഉറപ്പ് നൽകാനാവില്ലെന്നാണ് ഷിപ്പിംഗ് രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ഹോർമുസ് കടലിടുക്കിലെ ഈ അനിശ്ചിതത്വം തുടരുകയാണെങ്കിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ പോകാൻ സാധ്യതയുണ്ടെന്നും ഇത് ലോക സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.